അതെ, ഇനി ഗ്യാസില്ലാന്നും പറഞ്ഞിട്ട് ആരും ആരുടെയും പോഷകാഹാരങ്ങളൊന്നും വെട്ടിക്കുറയ്ക്കണ്ട കേട്ടോ. ഒരു 3 മാസമായിട്ട് ഞാൻ ഈ എഗ് ബോയിലർ യൂസ് ചെയ്യുന്നുണ്ട്. കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ നമ്മൾ ആ വെള്ളം അങ്ങ് ഒഴിക്കുക. അതിനുശേഷം ആ തട്ടങ്ങ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 7 മുട്ട ഒരുമിച്ചങ്ങ് വെക്കാം കേട്ടോ. ഇതിൻ്റെ പല സൈസിലുള്ള എഗ് ബോയിലേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഉള്ളതിൽ 7 എണ്ണമാണ് വെക്കുക. ഇതിൻ്റെ ഡബിൾ ഡക്കർ വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടയും പഴവും ഒക്കെ ഒരുമിച്ച് അങ്ങ് പുഴുങ്ങിയെടുക്കാം. അതിനുശേഷം ആ മൂടി അങ്ങോട്ട് വെക്കുക, പ്ലഗിൽ അങ്ങോട്ട് കുത്തുക. അപ്പോൾ അതാ ഈ റെഡ് ലൈറ്റ് അങ്ങോട്ട് കത്തുട്ടോ. കറക്റ്റ് 8 മിനിറ്റ് ആകുമ്പോൾ ഈ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആവും. അപ്പോൾ നമ്മുടെ മുട്ട പുഴുങ്ങി എന്നാണ് അർത്ഥം. ഞാൻ കുറച്ച് നേരം കൂടി വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഹാർഡ് ബോയിലാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിടുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മുട്ട പൊളിച്ചെടുക്കാം കേട്ടോ. മുട്ട പൊളിച്ചെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഭാഗത്ത് ആദ്യം ഫുള്ളങ്ങ് പൊളിച്ചെടുത്ത് നമ്മുടെ തള്ളവിരലിൻ്റെ ആ സൈഡ് വശം വെച്ച് അങ്ങ് പൊളിച്ചെടുത്താണ്ടല്ലോ ടപ്പേന്ന് നമുക്ക് പൊളിച്ചു കിട്ടും കേട്ടോ. കണ്ടോ, ഈ മുട്ട ഞാൻ 2 കഷ്ണാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റ് അടിപൊളിയായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഗ്യാസൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. വെള്ളത്തിലിടയോ അത് നോക്കി നിൽക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മേലെ ടാഗ് ചെയ്തിട്ടുണ്ടേ.